ഹായ് ഗൈസ്, ദ ഇൻവിസിബിൾസ് 2024 ഈ കൊല്ലം പുറത്തിറങ്ങിയ ഒരു അടിപൊളി ഒരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ മൂവിയാണ് ദ ഇൻവിസിബിൾസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ടിം ബ്ലേക്ക് നെൽസൺ ആൻഡ് ഗ്രച്ചൻ മോൾ, സൈമൺ വെബ്സ്റ്റർ എന്നിവരൊക്കെയാണ് ഇതിനകത്ത് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു മെയിൻ സ്റ്റോറി ലൈൻ എന്ന് പറയുമ്പോഴത്തേനും ഒരു റിയൽ ലൈഫിൽ നിന്ന്, നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ഒരു റിയൽ ലൈഫിൽ നിന്ന് പെട്ടെന്ന് ഒരു ഫ്രാക്ഷൻ ഓഫ് കുറച്ച് മണിക്കൂറത്തേക്ക് നമ്മൾ പെട്ടെന്ന് ഒരാൾ കാണാതാവുകയാണ്. അതിൽ പെട്ടെന്ന് ബാക്കിയുള്ളവർക്കൊക്കെ കാണാതായ ഒരു മനുഷ്യൻ, പക്ഷേ അതിനൊരു ഡിഫറൻ്റ് ഒരു തോട്ടിൽ അവരിങ്ങനെ ചിത്രീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ റിയൽ ലൈഫിൽ നിന്ന് എക്സിറ്റ് ആവുന്ന ഒരാൾ മറ്റൊരു ലോകത്ത്, അതായത് നമ്മുടെ അതേ ലോകത്ത് തന്നെ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു ലോകത്ത് ഇങ്ങനെ ജീവിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ മെയിൻ ക്യാരക്ടർ എന്ന് പറയുമ്പോഴത്തേനും ഒരു മകനെ നഷ്ടപ്പെട്ട്, ഒരു വാഹനാപകടത്തിൽ മകനെ നഷ്ടപ്പെട്ടിരിക്കുന്ന, ഭയങ്കര എന്താ പറയുക, ജീവിതത്തിൽ ഡിപ്രഷനൊക്കെ അടിച്ചിങ്ങനെ ഇരിക്കുന്ന ഒരു ആളാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ സംബന്ധിച്ച് എന്താ പറയുക, ജീവിതത്തിലേക്ക് ബാക്കിയുള്ള സന്തോഷങ്ങളിലേക്ക് കുടുംബ ജീവിതത്തിലേക്കൊക്കെ തിരിച്ചു വരാൻ അദ്ദേഹത്തിന് ഒരു ടൈം വേണം. അപ്പോൾ അദ്ദേഹം അതിന് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെ വൈഫും ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യാണ്. പക്ഷേ എന്താ പറയുക, കുറച്ച് ഒരു ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ജീവിതം, ഭയങ്കര സ്ട്രഗിളായിട്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ജോലി സ്ഥലങ്ങളിലുള്ള പ്രഷർ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം ഭയങ്കര സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു ദിവസം ഇദ്ദേഹം ഇൻവിസിബിൾ ആവുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ ആ മകനെ കാണാനുള്ളൊരു അവസരം ഉണ്ട്. അത് കാര്യം അതൊരു ഓൾട്ടർനേറ്റീവ് ലോകമാണ്. പിന്നീട് അദ്ദേഹം ജീവിതത്തിലെ ചില സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, നമ്മളൊക്കെ ജീവിക്കുന്ന ഈ റിയൽ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ തിരിച്ചു വരുമ്പോഴത്തേനും അദ്ദേഹത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ്, അദ്ദേഹം എന്താ പറയുക, ഒരു കുറച്ച് സമയം, ഒരു കാണാതായ സമയം, ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ലോകത്ത് ജീവിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം, അദ്ദേഹം ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ എന്നിവയൊക്കെയാണ് ഈ പടം മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു അടിപൊളി സയൻസ് ഫിക്ഷൻ മൂവിയാണ്, ഞാൻ എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പടം തന്നെയാണിത്. ഇതിനകത്ത് പിന്നെ ബ്രൂസ് ഗ്രീൻവുഡ് ഒക്കെ ഉണ്ട്. അത് കാർൽ എന്ന് പറയുന്നൊരു കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഒരുപാട് മെയിൻ വൺ ബിഗ് കാസ്റ്റ് ഒന്നുമില്ല. ഇതൊരു എന്താ പറയുക, ഒരു സൈലൻ്റ് ആയിട്ട് വന്നിട്ടൊരു മിറാക്കിൾ ഉണ്ടാക്കിയൊരു പടമാണ്. ഒരുപാട് പേര് കണ്ടിരിക്കാൻ സാധ്യതയില്ല. ദ ഇൻവിസിബിൾ എന്ന് പറഞ്ഞൊരു പടം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇത് ഇൻവിസിബിൾസ് എന്ന് പറഞ്ഞിട്ട് ഈ കൊല്ലം പുറത്തിറങ്ങിയൊരു എന്താ പറയുക, ഈ പടം നമുക്ക് എന്തായാലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു പടം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തുപോയാലും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്, ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. എന്തുപോലെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പടമാണ് ഇത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പറയേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു സ്ലോ മോഡിൽ പോകുന്ന പടമാണ്. പെട്ടെന്ന് എന്താ പറയുക, അടിപിടി വെട്ട് അങ്ങനെയൊന്നുമില്ല, ഒരു സ്ലോ മോഡിലാണ് ഈ ഒരു പടം, ഇങ്ങനെ ഒരു വേവിലാണ് ഈ ഒരു പടം ഇങ്ങനെ പോകുന്നത്. എന്തുപോലെ നമുക്ക് കണ്ടിരിക്കാം, നമ്മൾ ബോറടിപ്പിക്കില്ല. പിന്നെ എന്താ പറയുക, നമുക്ക് കുറച്ച് മനസ്സിലാക്കേണ്ട, കുറച്ച് റിയലൈസ് ചെയ്യേണ്ട നമ്മുടെ ഈ ലോകത്തിൻ്റെ ചില പ്രത്യേകതകൾ, അല്ലെങ്കിൽ മനുഷ്യരുടെ മനസ്സിലേക്ക് ഓരോ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ പടം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി ഡീപ്പായിട്ട് ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട് ഈ ഒരു പടം. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി എന്താ പറയുക, സെറ്റപ്പ് ഒരു പടം തന്നെയാണിത്. ഒന്നും നോക്കാനല്ല, ധൈര്യമായിട്ട് പോയി ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആയിട്ടുള്ള സ്ട്രീമിംഗ് ഡിവൈസസ് വഴി കണ്ടു നോക്കാം. ദ ഇൻവിസിബിൾസ് 2024 എന്നും കൂടെ കൊടുക്കുക. അപ്പം അല്ലെങ്കിൽ ദ ഇൻവിസിബിളുമായിട്ട് നമുക്ക് ചിലപ്പോൾ ഇത് കണക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ ഈ 2024 കൂടെ ചേർത്ത് നമ്മൾ സെർച്ച് ചെയ്തെടുക്കുക, കണ്ടു നോക്കുക, എന്തുപോലെ ഇഷ്ടപ്പെടും. എന്താ പറയുക, ഒരു സ്ലോ മോഡിലാണ്. പെട്ടെന്നൊരു ഫാസ്റ്റ് മോഡിൽ കാണുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പടം ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ എന്നാലും ഒരു സയൻസ് ഫിക്ഷൻ ഈ ഒരു ഡിഫറൻ്റ് ഒരു കഥയാണ്. അതുകൊണ്ട് എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക, ഈ ഒരു ജേണൽ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാർക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടം തന്നെയാണിത്. അപ്പോൾ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു മൂവിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ.